എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വർക്ക് വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ വ്ളോഗിലൂടെ പറയുന്നത്. ഇന്നത്തെ ഒരു വർക്ക് ഒരൊറ്റ ദിവസത്തെ എൻ്റെ ജോലി ദിവസം. ഈ 1.5 ആഴ്ചയായിട്ട് ഭയങ്കര മഴയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഒടുക്കത്ത മഴയാണ്. എങ്കിലും നമുക്ക് വർക്കിനിറങ്ങിയാലേ പറ്റുള്ളൂ, വർക്കിനിറങ്ങിയാലേ പൈസ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ഇതാ നിൽക്കുന്നു. കണ്ട മഴ ഇപ്പോൾ പുറത്ത് കണ്ട ഭയങ്കര ഒടുക്കത്ത മഴയാണ്. അങ്ങനെ താണ്ട ഈ മഴയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മടിയായിരിക്കും വർക്കിലോട്ട് ഇറങ്ങാൻ വേണ്ടി. പിന്നെ അതാ ഇറങ്ങി, ഞാൻ കുളിച്ചിറങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. ആണ്ട അന്നമ്മേനെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. താണ്ട അന്നമ്മ വന്ന് നിൽക്കുകയാണ്. അന്നമ്മേരയിൽ ഞാൻ ഫോൺ കൊടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന വീഡിയോസെല്ലാം അവൾ എനിക്ക് വീഡിയോ എടുത്ത് തരും. അങ്ങനെ ഞാൻ ബാഗൊക്കെ എടുത്ത് എല്ലാം സാമ്പിൾസ് എല്ലാം എടുത്ത് എല്ലാം എൻ്റെ ഫുഡും എടുത്ത് ഉച്ചയ്ക്ക് കഴിക്കാണ്ട് ഫുഡും എടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങണ വീഡിയോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഗൈസ്. അങ്ങനെ അപ്പോഴത്തേക്കും മഴ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നതാണ് ഗൈസ്. ഇത് അന്നമ്മയാണ് വീഡിയോ എടുത്ത് തന്നത്, എനിക്കങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നത്. ഇത് DPMS ഹോസ്പിറ്റലാണ് കേട്ടോ, കരകുളത്തുള്ള DPMS ഹോസ്പിറ്റലാണ്. അതിന് മുമ്പ് ഞങ്ങൾ പേരുകട താലൂക്ക് ആശുപത്രി കയറി രണ്ട് കോൾസ് ഉണ്ട്. അതിലൊരു കോൾസേ കിട്ടിയുള്ളൂ. അതും കണ്ടിട്ടാണ് നേരെ ഇങ്ങ് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇത് നെടുമങ്ങാടാണ് കേട്ടോ. നമ്മുടെ നെടുമങ്ങാട് എത്തിയിരിക്കുകയാണ് ഗൈസ്. നെടുമങ്ങാടാണ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വർക്കുള്ളത്. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയപ്പം തന്നെ ഒരു 12 മണിയായി. ഇനിയിപ്പം അവിടെ ഒന്ന് കെമിസ്ട്രിയിലൊക്കെ കയറി സർവേ എടുക്കണം. നമ്മളൊരു ബ്രാൻഡ് പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞാണെന്നൊന്ന് സർവേ എടുക്കണം. അങ്ങനെ ആ സർവേ ഒക്കെ എടുത്തിട്ട് പയ്യെ ഊണൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് പിന്നെ ഒരു 2 കോളും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടിട്ട് പോകുന്നത്. ഇത് വേണാട് ഹോസ്പിറ്റലിൽ നമ്മളൊരു പുതിയൊരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന് നിൽക്കണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്, ഒരു പ്രഭയെന്ന് പറഞ്ഞൊരു ഡോക്ടറിനെ. അങ്ങനെ അവിടെയും വന്നിട്ട് ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവർക്കാണെങ്കിൽ നല്ല പേഷ്യൻറ്റും ഉണ്ട്. അങ്ങനെ അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന് മുമ്പ് വേറൊരു കോളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലെ എല്ലാ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ കുറേ നേരം കണ്ടപ്പോൾ ഡോക്ടറിനെ കാണാൻ പറ്റി. കണ്ടിട്ട് ഞാൻ അങ്ങ് ഇറങ്ങി ഗായ്സ്. പിന്നെ നേരെ ഞാൻ ഊണ് കഴിക്കാൻ പോകുന്നതാണ് അടുത്തത്. നമ്മുടെ നെടുമങ്ങാട് നഗരസഭയുടെ വിശ്രമ സങ്കേതം എന്ന് പറയുന്ന സങ്കേതമുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന നെടുമങ്ങാടിലോട്ട്, പേരൊക്കടയിൽ നിന്ന് നെടുമങ്ങാടിലോട്ട് വരുമ്പോൾ ഇടത് സൈഡിലായിട്ട്. അപ്പോഴവിടെ ഇരുന്ന് നമുക്ക് ഊണൊക്കെ കഴിക്കാം. ഊണൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം. ബാക്കി ഉച്ചയ്ക്ക് ശേഷമാണ് ബാക്കി കോൾസ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഒരു 4-5 കോൾസ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ പയ്യെ ഊണൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പയ്യെ പോകാം. അതായത് പൊതിച്ചോറാണ്, അന്നമ്മ പാക്ക് ചെയ്ത് കെട്ടി തന്ന പൊതിച്ചോറാണ്. നല്ല നെത്തോലി ഫ്രൈയും നെത്തോലി കറിയും തോരനും എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇത് കഴിച്ചിട്ട് പയ്യെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വർക്കിനിറങ്ങിയാതല്ലോ. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് നല്ലപോലെ ഈ കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റും. സത്യത്തിൽ അറിഞ്ഞുകൂടാ കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഒരു ചമ്മലുണ്ട്, ചെറിയ ചമ്മലുണ്ട്, ആൾക്കാരൊക്കെ നോക്കണം. അത് ഇനിയിപ്പോൾ ഒരു 2-3 ഇത് കഴിയുമ്പോഴത്തേക്ക് മാറുമായിരിക്കും, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എടുത്തിക്കണം. നല്ല പൊതിച്ചോറായിരുന്നു, ഒടുക്കത്തെ ടേസ്റ്റുമായിരുന്നു. നല്ല നെത്തോലി കറി ഉണ്ടായിരുന്നു, ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ തോരൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിച്ചിട്ടും തീരില്ല ഗായ്സ്. ഒരുപാട് ചോറ് ഞാൻ സാധാരണ അങ്ങനെ ചോറ് ഡയറ്റൊക്കെ ആയിരുന്നുകൊണ്ട് ചോറ് കഴിക്കില്ലായിരുന്നു. പിന്നെ ഒരുപാട് ചോറാണ് അതിൽ പാക്ക് ചെയ്ത് തന്നേച്ച്. കളയാനും മടിയായിട്ടിരുന്നു. അങ്ങനെ ആഹാരം പാഴാക്കണം എനിക്കിഷ്ടമില്ല. അങ്ങനെ അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ തീരണതുമില്ല, കഴിച്ചിട്ടും ആഹാരം തീരണതുമില്ല. പിന്നെ ഒടുക്കത്തെ ടേസ്റ്റ്. നെത്തോലി കറിയും നെത്തോലി ഫ്രൈയും തോരൻ കൂടി 3 കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയുണ്ട്. അത് ഈ വാഴയിലയിൽ പൊതിഞ്ഞ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതേപോലെ ഞാൻ മാത്രമല്ല അവിടെ കഴിക്കാൻ പറ്റണത്. എന്നെപ്പോലെ വേറെ കമ്പനിയിലെ മെഡിക്കൽ റെപ്സ്, സ്വിഗ്ഗി ഓടണ പയ്യന്മാർ, അങ്ങനെ ഒരുപാട് പേര് വരും കേട്ടോ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ കഴുകി എല്ലാം കളഞ്ഞിട്ട്, കൈയൊക്കെ കഴുകി വേസ്റ്റെല്ലാം കളഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗായ്സ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത കോൾസ് എടുക്കണം. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞു ഗായ്സ്. ഇനിയിപ്പോൾ നേരെ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം. അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് ഗായ്സ്. ഇനി ഒരു 5 ഡോക്ടറിനെയും കൂടി കാണാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീർന്ന് ഞാൻ നേരെ പിന്നെ വീട്ടിലോട്ട് പോകാം.
അങ്ങനെ പിന്നെ വേറെ ആർക്കെങ്കിലും ഇതുവഴി പോകുമ്പോൾ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നെടുമങ്ങാട് വിശ്രമകേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം, റെസ്റ്റ് എടുക്കുക, എന്നിട്ട് പോകാം. അങ്ങനെ ഇനി എല്ലാ ഡോക്ടറെയും കാണിക്കുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, എങ്കിൽ അത് ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെങ്കിൽ ഒരു കമൻറ്റും കൂടി അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു ഓൾ.